ഹലോ ഹൈ ഡിയേഴ്സ്, ഇന്ന് രാവിലെ ഞാനും അമ്പടുക്കുഞ്ഞും ജമീലാമ്മയും കൂടെ അമ്പടുക്കുഞ്ഞിൻ്റെ മുടി വെട്ടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഷോപ്പിൽ പോയാട്ടോ മുടി വെട്ടുന്നത്. അപ്പോൾ കുറച്ച് നേരം നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ജമീലാമ്മയും അമ്പടുക്കുഞ്ഞും കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിയിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പള്ളി ഉണ്ട് കേട്ടോ. ആ പള്ളിയിൽ കയറി ദ്വാ ചെയ്തിട്ട് പോകാനാണ് കേട്ടോ വിചാരിക്കണം. കുറേ നാളായി എപ്പോഴും അവിടെ പോയി ദ്വാ ചെയ്യാനായിട്ട് കയറണം, പ്രാർത്ഥിക്കാൻ വേണ്ടി കയറണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും. പക്ഷേ ഒരിക്കലും നടക്കില്ല കേട്ടോ. കാരണം ഈ അമ്പുടൂനെയും കൊണ്ട് അങ്ങനെ നടന്നു പോകുന്നത് വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ ഓട്ടോയിലൊക്കെ അല്ലേ പോകണം. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും അടുത്തൂടെ വന്നപ്പോഴത്തേനും പള്ളിയിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അമ്പുടുക്കുഞ്ഞും ജമീലാമ്മയും ഞാനും എല്ലാം പള്ളിയിൽ കയറി യാസീനൊക്കെ ഓതിയിട്ടോ. അമ്പുടുക്കുഞ്ഞാണെങ്കിലും ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണണ്ട. അമ്പുടുക്കുഞ്ഞും അമ്മച്ചി അവിടെ ഇരിക്കാൻ കസേരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു മക്ബറയാണ് കേട്ടോ, കൊച്ചുചാരെന്ന് പറയും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ച് ഇവിടെ ഒന്ന് ദ്വാ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ അത് സത്യമാകാറുണ്ട് കേട്ടോ. എനിക്കത് നടന്നു കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഈ പള്ളിയിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിതേ മുടി വെട്ടാനായിട്ട് കടയിൽ വന്നു കേട്ടോ. മുടി വെട്ടലെന്ന് പറയണത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അമ്പുടുക്കുഞ്ഞ് ഇത് എന്തിനാണെന്നൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കേണ്ട. ആദ്യം നല്ല ഹാപ്പി ആയിട്ട് ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ ചേറി കയറി ഇരുന്നു കേട്ടോ. പുള്ളിക്കാരീനെ ഇതേ പുതപ്പൊക്കെ ഇട്ട് അങ്ങ് കവർ ചെയ്തപ്പോൾ കലിപ്പായിട്ട് ആദ്യം ഒരിക്കലും എടുത്തോന്നൊരു സംശയം. ഇങ്ങനെ പുള്ളിക്കാരി നല്ല ഹാപ്പി ആയിട്ടിരുന്ന് വന്നു. പിന്നെ പുള്ളിക്കാരിയുടെ മൂഡ് മൊത്തത്തിൽ മാറി, കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. അമ്പുടുക്കുഞ്ഞിനെ മുട്ടയടിക്കാന്ന് കേട്ടോ ആദ്യം വിചാരിച്ചത്, പനിയായതുകൊണ്ട്. പക്ഷേ ഷായിക്കാക്കാണെങ്കിൽ അമ്പുടുവിന് മുട്ടയടിക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.